നമ്മൾ ഈ ഹിഡൻ ജെം എന്നൊക്കെ പറയില്ലേ, ആ ഒരു വാക്ക് ശരിക്കും സത്യമാണെന്ന് തോന്നിയ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിലെ മെയിൻ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഈ ഒരു ലൊക്കേഷനിലേക്ക് ഉള്ളതെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരും ഇതിനെക്കുറിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ അവർ കേൾക്കണത് തന്നെ. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൂമല ഡാമാണ്. അത് ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരിക്കും. പക്ഷേ ഇതല്ലാതെ വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ കാണാം. നമ്മൾ പൂമല ഡാം ആദ്യം പോയി. അങ്ങനെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതും ഡാമൊക്കെ പോയി കാണാം, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് സത്യമാണ്. കാരണം ഇതിന് മുന്നേ നമ്മളിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും മഴയുടെ ആ ഒരു സീസണിൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ എല്ലായിടത്തും നോക്കിയാലും ചുറ്റിലും വെള്ളവും കാണാനുണ്ടായിരുന്നു. പക്ഷേ നല്ല വെയിലും അത്യാവശ്യത്തിനുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചനേരമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ച നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴ മാറിയെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ വേഗം ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ആവാനൊന്നും നിന്നില്ല. അതുകൊണ്ട് പക്ഷെ നന്നായി, നമുക്ക് വേറെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കൂടി കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ തൃശ്ശൂർ പൂമല ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റും അതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകളും അല്ലെങ്കിൽ താമസിക്കാനൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം പോയപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലായത്. ഒരു ദിവസത്തെ ഒരു ട്രിപ്പിന് പോകാനായിട്ടുള്ള അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊക്കെയുള്ള ആളുകളാകുമ്പോൾ നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാവുന്ന പോലെ പോവാം. ഇനി അല്ല വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് അത്യാവശ്യം അങ്ങനെ ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട് പിന്നെ മിനി ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ അവിടുത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളാകെ കൂടി പൂമല ഡാമിനെ കുറിച്ച് മാത്രമേ ശരിക്കും കേട്ടിട്ടുള്ളൂ. പിന്നെ ചെപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥലം, അതും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അവിടേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇനി ഈ ഡാമിൻ്റെ അവിടെയാണെങ്കിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഉച്ച നേരം ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും പോകാനുള്ള ഒരു എന്താ പറയുക, നല്ല ചൂടും ഉണ്ട്. മഴ മാറിയപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഡാമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പിള്ളേർക്ക് തൊട്ടടുത്ത് തന്നെ അവിടെ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഇവിടെ എന്തൊക്കെ ഇനി വേറെ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് വേറെയും ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണത്. മിനി ഊട്ടി, അതുപോലെ പിന്നെ ചെപ്പാറ, പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞതായിരുന്നു വട്ടായി വാട്ടർഫോൾസ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ പോകുന്ന ഈ സെയിം റൂട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു സീനറി വെച്ച പോലെയുണ്ട്. നമ്മൾ കാറിൽ പോവുകയാണെങ്കിലും ആ ഒരു സൈഡിലേക്ക് ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തപ്പോൾ ആ സൈഡിൽ പച്ചപ്പും പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കളറും കൂടിയിട്ട് നല്ല ഒരു സീനറി, നല്ല പ്രകൃതി ഭംഗി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയായിരുന്നു. ആ ഒരു നമ്മൾ ആ പോകുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ ഒരു വഴി നമ്മൾ ആ ഡാം കഴിയണ വരെ ഇതുപോലെ തന്നെയാണ്. അത് കാരണം ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണി നേരത്തെ ഇറങ്ങുമ്പോഴെങ്ങായിരിക്കും കൂടുതൽ ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുക. പക്ഷെ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇനി രാത്രിയാകുമ്പോൾ മഴയെങ്ങാനായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മഴയൊന്നും നോക്കിയില്ല, മഴ മാറിയെന്ന് കണ്ടപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഇറങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് കേട്ടോ നമ്മൾ പോകുന്ന റോഡിൻ്റെ 2 സൈഡിൽ ഇതുപോലെ നിറച്ച് മരങ്ങളായിട്ട് അതിൻ്റെ നടുക്ക് കൂടെയുള്ള റോഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന ഈ ഒരു റോഡ് മൊത്തം എങ്ങനെയാണ്, കാരണം ഒരു കാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ നടുക്കിലാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തി, അതാണ് വട്ടായി വാട്ടർഫോൾസ്. ഇത് ശരിക്കും ഒരു ഹിഡൻ ജെം തന്നെയാണ് കേട്ടോ. നമ്മൾ റോഡിൻ്റെ പോകുന്ന റൂട്ടിലൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വഴിയും കാണില്ല, ഒന്നും കാണാനില്ല. ഇതിൻ്റെ ലൊക്കേഷൻ എത്തിയത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മുടെ ലൊക്കേഷൻ എത്തിയെന്ന് പറയുമ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇതും ഐഡിയയും കിട്ടണില്ല എവിടെയാണെന്നുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്ത് വട്ടായി വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം എത്തിയെന്ന് മനസ്സിലായി. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മഴയുള്ള സമയത്ത്, അതായത് മഴക്കാലത്ത് മാത്രമാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മഴയുള്ള സമയത്ത് നമ്മൾ വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. പുറത്തിറങ്ങിയാലാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാനും ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പോയിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ഡേയ്സിലാണ് കേട്ടോ. എന്നിട്ടും അവിടെ അത്യാവശ്യത്തിന് കുറച്ച് ആളുകളൊക്കെ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഉച്ച സമയമായിട്ട് പോലും. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് ആളുകളോട് ചോദിച്ചപ്പോൾ അവർ മലപ്പുറത്തു നിന്നൊക്കെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. അതിപ്പോൾ ഈ റീൽസിലും അങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വരുന്നതായിരിക്കാം. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ടായി വരുന്നുണ്ട്. നമുക്ക് ഒട്ടും പേടിയില്ലാണ്ട് ആ ഒരു വെള്ളത്തിൽ കൂടെ നടക്കാം കേട്ടോ. നമ്മൾ മറ്റു വെള്ളച്ചാട്ടങ്ങളൊക്കെ പോകുമ്പോൾ നല്ല ഫോഴ്സിലുള്ള വെള്ളവും നല്ല സ്പീഡിലുള്ള ഒഴുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പേടിയുണ്ടാവും, ഇതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ. പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒഴുക്കൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിനുള്ളിൽ കൂടെ സുഖമായിട്ട് നടന്നു പോകാം.
അതുകൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും നമുക്കധികം പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും മക്കൾക്ക് പേടിയായിരുന്നു വെള്ളത്തിൽ കാലിടാനും അവരതിലേക്ക് കാലൊക്കെ നനയ്ക്കാനായിട്ട് ഇറക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാലൊക്കെ ഇട്ട് നനയ്ക്കുമ്പോൾ ആ മീനുകളൊക്കെ നമ്മുടെ കാലുമേലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് മക്കളിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ പേടി മാറ്റലായിരുന്നു പിന്നെ നമ്മൾ അടുത്തത് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോണിൽ എടുക്കുമ്പോൾ അതിൽ ആ ഒരു ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ആ ഒരു ഭംഗി എനിക്ക് ഇതിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത് നേരിൽ പോയി തന്നെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുളിക്കാനും അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. പൂമല ഡാം പോയി. പിന്നെ നമ്മൾ പോയതായിരുന്നു വട്ടായി വെള്ളച്ചാട്ടം. ഇനിയും അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതാണ് ചേപ്പാറ. പിന്നെ അതുപോലെ മിനി ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഹസ്ബൻഡിന് ഒരു ചെറിയൊരു മീറ്റിങ്ങിന് വേഗം അറ്റൻഡ് ചെയ്യേണ്ട കാരണം നമ്മൾ അധികം നേരം നിന്നില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും നമ്മൾ ഇറങ്ങിയപ്പോൾ പൂമല ഡാം പോയിട്ട് തിരിച്ചു വരാമെന്ന് മാത്രം പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടുത്തെ ആ ഒരു ചേട്ടനോട് കണ്ടു ചോദിച്ചപ്പോഴാണ് ഇതുപോലെ വേറൊരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത്, അങ്ങോട്ട് പോയതും. അപ്പോൾ വെള്ളച്ചാട്ടം കണ്ടതാണ് നമുക്ക് ഡാം പോയതിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നമുക്ക് കുറച്ചും കൂടി നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനോട് കൂടി പോകുമായിരുന്നെങ്കിൽ ഒന്നും കൂടി ആ ഒരു ട്രിപ്പ് നന്നായേനെ. പക്ഷെ നമ്മൾ പോണ വഴിക്കാണല്ലോ ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ചൊക്കെ അറിയണതും കേൾക്കണതും. അപ്പോൾ എന്തായാലും ഈ ഒരു മഴക്കാലത്ത് മാത്രമേ ഈ ഒരു സ്ഥലം കാണാൻ പറ്റുള്ളൂ. ആ ഒരു ടൈമിൽ പോയാൽ മാത്രമേ ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റുള്ളൂ.